ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്റ്റ് എക്സാമിൻ്റെ എൻസൈമോളജി പാർട്ടിൽ വരുന്ന കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻസൈമോളജി? ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ലേ? ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻസൈമോളജി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ: ആൻ്റണി വാൻ ലീവാൻ ഹുക്ക്, എഡ്വാർഡ് ഹാവൽ, JB സംനർ, ജോൺ നോർത്രോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ നിന്നെങ്കിലും ആൻസർ വരുന്നുണ്ടോ നോക്കിയേ. എന്താണ് ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻസൈമോളജി? ഇവിടെ നമുക്ക് അറിയാവുന്ന പേര് ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് ഓപ്ഷൻ ബി, എഡ്വാർഡ് ഹോവൽ ആണ് കേട്ടോ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻസൈമോളജി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്വാർഡ് ഹോവൽ ആണ്. ആൻ്റൺ വാൻ ലീവാൻ ഹുക്കിന് ഓർമ്മയുണ്ടല്ലോ, ആരായിരുന്നു? മൈക്രോസ്കോപ്പി അല്ലേ? മൈക്രോസ്കോപ്പീൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ആരാണ് എൻസൈം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻസൈം എന്ന് പറഞ്ഞ ടേം? എൻസൈം എന്ന് പറയുന്ന ടേം ഏത് ലാംഗ്വേജിൽ നിന്നെടുത്തതാണ്? ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നെടുത്തതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് എന്നാണ്. സോ എൻസൈം എന്ന ടേം ഗ്രീക്ക് എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നെടുത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ എൻസൈം എന്ന ടേം കോയിൻ ചെയ്തത് കുൻഹെ ആണ് കേട്ടോ. കുൻഹെ. ഇത്തിരി ഓർത്ത് നോക്കണേ. എൻസൈം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്, ഈസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ കുൻഹെ ആണ് അത് എന്ത് ചെയ്തത്? കോയിൻ ചെയ്തത്. ആ ടേം കോയിൻ ചെയ്തത് ഇദ്ദേഹമാണ്. ഇനി എൻസൈമോളജിയുടെ ഫാദറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? എഡ്വാർഡ് ഹോവൽ ആയിരിക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? എൻസൈം ഈസ് എ ബയോ കാറ്റലിസ്റ്റ്. നമുക്കറിയാം അല്ലേ, കെമിക്കൽ കാറ്റലിസ്റ്റും ഉണ്ട് അല്ലേ? പക്ഷെ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബയോ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് കണ്ടാൽ അത് തെറ്റാണ്, പക്ഷെ ബയോ കാറ്റലിസ്റ്റ് എന്ന് കണ്ടാൽ അത് കറക്റ്റാണ്. അപ്പോൾ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബയോ കാറ്റലിസ്റ്റ് ആണ്. അവരെന്താ ചെയ്യുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? ആക്സിലറേറ്റ് ചെയ്യുന്നു. എൻസൈം ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്, എൻസൈം ഡിക്രീസസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. എന്താണ്? എൻസൈം ഡിക്രീസസ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും, എങ്കിലും കൃത്യമായി പഠിച്ചവർക്ക് അറിയാം അതും കറക്റ്റാണ്. മാത്രമല്ല നമ്മുടെ ഓപ്ഷൻ്റെ കേസിൽ പോവുകയാണെങ്കിലും ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 1 and 2, A and B, B and C അങ്ങനെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഓൾ ദ എബോവ് മാത്രമേ ഇവിടെ ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എയും കറക്റ്റാണ്, ബിയും കറക്റ്റാണ്. അപ്പോൾ ഈ C എന്ന് പറയുന്ന ഓപ്ഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു എൻസൈം നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റായി മാറുന്നല്ലേ, അവിടെയാണ് നമ്മുടെ എൻസൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണ്ടേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. എന്താണ് ആക്ടിവേഷൻ എനർജി? നമ്മുടെ എൻസൈം റിയാക്ഷൻ അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. അങ്ങനെ ഈ എൻസൈം ആ ആക്ടിവേഷൻ എനർജി എത്തിയപ്പോൾ നമ്മുടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹയർ ലെവലിലുള്ള എനർജീനെ റിഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആര് പണിയെടുക്കുന്നുള്ളത്? എൻസൈംസ് പണിയെടുക്കുന്നുള്ളത്. അപ്പോൾ എൻസൈംസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, ഓൾ ദ എബവ്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ദി എൻസൈം ഈസ്. ഏതാണ് എൻസൈംസിൻ്റെ നേച്ചർ? പ്രോട്ടീൻ ആണോ, ലിപ്പിഡ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, ഇനി നൺ ഓഫ് ദി അബവ് ആണ്? ഏതാണ് കറക്റ്റായിട്ട് വരിക? നേച്ചർ ഓഫ് ദി എൻസൈം. ഒന്ന് ഓർത്ത് നോക്കിയേ. ഓൾ ദി എൻസൈംസ് ആർ ഡാഷ് ബട്ട് ഓൾ ദ ഡാഷ് ആർ നോട്ട് എൻസൈംസ്. അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എന്താണ് കറക്റ്റ് വരിക? ഓൾ ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. സോ നേച്ചർ ഓഫ് ദി എൻസൈംസ് മീൻസ് പ്രോട്ടീൻ ആണ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? പ്രോട്ടീൻ ആണ്. നെക്സ്റ്റ്, ആൻ എൻസൈം വാസ് ക്രിസ്റ്റലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ. An enzyme was crystallized for the first time by. ആരാണ്? ഒന്ന് നോക്കിയേ. ജോൺ നോർത്രോപ്പ്, എഡ്വാർഡ് ബുച്ച്നർ, JB സംനർ. ഇതിനകത്ത് ആരാണ് ഫസ്റ്റ് എൻസൈമിനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി, JB സംനർ ആണ് കേട്ടോ. ഏത് എൻസൈം ആണതെന്ന് അറിയുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ആൻ എൻസൈം വാസ് ക്രിസ്റ്റലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ. ഇനി അത് ഏത് എൻസൈം ആണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാവുന്നവരിടും. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പോയി നിങ്ങൾ സെർച്ച് ചെയ്യണം, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ എൻസൈം ഏത് റിയാക്ഷനിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്ന് കൂടി കണ്ടുപിടിക്കണം. അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ്? ഫസ്റ്റ് ക്രിസ്റ്റലൈസ് ചെയ്ത ഏത് എൻസൈമാണ്?
എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് അത് കാറ്റലൈസ് ചെയ്യുന്നതെന്ന് കൂടി കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 5th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഈസ് ഹോളോ എൻസൈം, അപ്പോ എൻസൈം മൈനസ് കോഫാക്ടർ ഈസ് ഹോളോ എൻസൈം, അപ്പോ എൻസൈം ഈസ് ഈക്വൽ ടു കോഫാക്ടർ മൈനസ് ഹോളോ എൻസൈം. ഒന്ന് ഓർത്ത് നോക്കിയേ, അപ്പോ എൻസൈം എന്താണ്, ഹോളോ എൻസൈം എന്താണ്, കോഫാക്ടർ എന്താണ് എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഏതാ കറക്റ്റ് വരുന്നുള്ളത്? അപ്പോ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇനാക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് എന്ത് ഈ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. ഇത് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ആര് വരണം, കോഫാക്ടർ വരണം. അപ്പോൾ അപ്പോ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇനാക്ടിവേറ്റ് പ്രോട്ടീൻ, അതിൻ്റെ കൂടെ കോഫാക്ടർ വരുമ്പോഴാണ് ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ഹോളോ എൻസൈം ഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ അപ്പോ എൻസൈം മാത്രമാണെങ്കിൽ അവിടെ റിയാക്ഷൻസ് ഒന്നും കാറ്റലൈസ് ചെയ്യില്ല, അവർ റിയാക്ഷൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. നമ്മുടെ അപ്പോ എൻസൈം ഒരു കോഫാക്ടറായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവായിട്ടുള്ള ഹോളോ എൻസൈമായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് വരും, അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം. എന്താണ്, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ഇനി ഇതാ ഈ ഓപ്ഷൻ ഒന്ന് നോക്കിയേ, ഇവിടെ ബി ഓപ്ഷൻ, ഇവിടെ അപ്പോ എൻസൈം മൈനസ് കോഫാക്ടർ ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം കണ്ടില്ലേ. അതിന് പകരം ഇവിടെ അപ്പോ എൻസൈമിന് പകരം ഹോളോ എൻസൈമും ഇവിടെ അപ്പോ എൻസൈമും ആണെങ്കിൽ ഇത് കറക്റ്റ് ആയനെ. ഹോളോ എൻസൈം മൈനസ് കോഫാക്ടർ അപ്പോ എൻസൈം, അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഹോളോ എൻസൈം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എൻസൈം എന്താണെന്ന് അറിയാത്തവർ പോയി നോക്കുക, ഹോളോ എൻസൈം എന്താണെന്ന് അറിയാത്തവർ പോയി നോക്കുക. നെക്സ്റ്റ് 6th, എൻസൈംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ടൈപ്സ്. എൻസൈംസ് എത്ര തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓർത്ത് നോക്ക് പെട്ടെന്ന്. എത്ര ക്ലാസ്സസ് ഓഫ് എൻസൈംസ് ആണുള്ളത്? ഈസി നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. ഈസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓർത്ത് വെക്കുക. എൻസൈം ക്ലാസ് ആണോ, എൻസൈം കമ്മീഷൻ ആണോ, എൻസൈം കൺവെൻഷൻ ആണോ, എൻസൈം കാറ്റഗറി ആണോ, ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ ഓർത്ത് വെക്കുക, ഈസി എന്ന് വെച്ചാൽ എന്താണ് ഓർത്ത് വെക്കുക, പോയി നോക്കുക. ഇനി എൻസൈംസ് എത്ര ക്ലാസ്സസ് ആയിട്ടാണ് ഉള്ളത്? 6 ക്ലാസ്സസ്. ഏതൊക്കെയാണ് ആ 6 ക്ലാസ്സസ്? ഒന്ന് ഓർത്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോയെന്ന്. ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസ്, ലൈയേസസ്, അതുപോലെ തന്നെ ഐസോമറൈസ്, പിന്നെ ലിഗേസ്. അങ്ങനെ 6 തരത്തിലാണ് നമ്മുടെ എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ആൻ എൻസൈം ഈസ്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ നമ്മൾ പഠിച്ചു. ഓർത്ത് നോക്കി ഏതൊക്കെയായിരുന്നു അതെന്ന്. ഓർമ്മയില്ലാത്തവർ പോയി നോക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും വരിക? സ്ട്രക്ചറൽ അനലോഗ് ഓഫ് എൻസൈം, ഫങ്ഷണൽ അനലോഗ് ഓഫ് എൻസൈം, ഫങ്ഷണൽ അനലോഗ് ഓഫ് സബ്സ്ട്രേറ്റ്, സ്ട്രക്ചറൽ അനലോഗ് ഓഫ് സബ്സ്ട്രേറ്റ്. പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ആൻ എൻസൈം ഈസ് ഏതാണ്? സ്ട്രക്ചറൽ അനലോഗ് ഓഫ് സബ്സ്ട്രേറ്റ് ആണ്. സ്ട്രക്ചറൽ അനലോഗ് ഓഫ് സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. ഓക്കെ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മെജോറിറ്റി ഓഫ് ദ എൻസൈംസ് ആർ ആക്റ്റീവ് അറ്റ്. മെജോറിറ്റി ഓഫ് ദ എൻസൈംസ് ആർ ആക്റ്റീവ് അറ്റ്. ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. സോറി, ഇനാക്റ്റീവ് ആണ് കേട്ടോ. മെജോറിറ്റി ഓഫ് ദ എൻസൈംസ് ആർ ഇനാക്റ്റീവ് അറ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണേ. ഇനാക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ്, ബിറ്റ്വീൻ 30 to 40 ഡിഗ്രി സെൽഷ്യസ്, എബവ് 70 ഡിഗ്രി സെൽഷ്യസ്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ ടെമ്പറേച്ചറൊക്കെ ഒന്നും എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ച് നോക്കിയേ. പഠിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ആൻസർ കിട്ടണം. എങ്ങനെയാണ് കിട്ടുക? ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മുടെ എൻസൈംസിന് എന്ത് സംഭവിക്കും? ഡീനാച്ചുറേഷൻ സംഭവിക്കും. അവർ പ്രോട്ടീൻസ് അല്ലേ, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹയർ ടെമ്പറേച്ചറിൽ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഡീനാച്ചുറേഷൻ നടക്കൂലേ. അപ്പോൾ ഇവിടെ ഏതാ ഹയർ ടെമ്പറേച്ചർ? എബവ് 70 ഡിഗ്രി സെൽഷ്യസ്. എബവ് 70 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ എൻസൈംസ് ഇങ്ങനെയുള്ള ഹയർ ടെമ്പറേച്ചറിനകത്ത് എന്ത് സംഭവിക്കും? അവിടെ അതിൻ്റെ ഡീനാച്ചുറേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മുടെ എൻസൈംസ് എന്താവും? ഇനാക്ടിവേറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ 8ാമത്തത് എബവ് 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഫോർ ദ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഫോർ ദ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? കോഷ്ലാൻഡ്, ചാൾസ് ലീബഗ്, ബുച്ച്നർ, ഫിഷർ. നമ്മൾ ആരെയൊക്കെ പഠിച്ചു അല്ലേ? എൻസൈമോളജിയുടെ ഫാദർ ആരാന്ന് പഠിച്ചു. ഫസ്റ്റ് എൻസൈം ക്രിസ്റ്റലൈസ് ചെയ്തത് ആരാന്ന് പഠിച്ചു. ഇവിടെ പഠിക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ആണ്. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ആരാ പ്രപ്പോസ് ചെയ്തേ? ആരാണ്? ഒന്നോർത്ത് നോക്കിയേ. കിട്ടുന്നുണ്ടോ? ഇവിടെ എന്തായാലും നമുക്ക് 2 ഓപ്ഷൻ പെട്ടെന്ന് തന്നെ പഠിച്ചവരെങ്കിലും, അതായത് കുറച്ച് പഠിച്ചവർക്കെങ്കിലും ഈ 2 ഓപ്ഷൻ കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് 2ൽ ചിലപ്പോൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ആണോ അതോ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് ആണോ എന്ന് മാറിപ്പോകും.
അപ്പോൾ ഓർത്ത് വെക്കുക, കോഷ്ലാൻഡ് ആണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ആരാണ്? കോഷ്ലാൻഡ് ആണ്. ഫിഷർ ആരാണ്? ഫിഷർ ഏത് ഹൈപ്പോത്തസിസ് ആണ്? ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് ആണ്. ആര്? എമിൽ ഫിഷർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയല്ലോ. നെക്സ്റ്റ് ഇതൊരു എന്താണ് പറയണ്ടേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഫോർ എൻസൈം ആക്ടിവിറ്റി ഈസ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എൻസൈം ആക്ടിവിറ്റീൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലൊക്കെ ഒരുപാട് യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ എൻസൈം ആക്ടിവിറ്റീൻ്റെ യൂണിറ്റ്സ് നോക്കിയേ. ഹേർട്സ് നമുക്കറിയാം, അത് ഫ്രീക്വൻസിൻ്റെ ആണ് അല്ലേ. മോ അല്ലാന്ന് നമുക്കറിയാം. പിന്നെ ഉള്ളത് ബേലും കട്ടലും. ഇതിനകത്ത് ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നുള്ളത്. എൻസൈം ആക്ടിവിറ്റീൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ റീസൺ ഫോർ ഗൗട്ട് ഡിസീസ്. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല, എന്നാലും ഞാൻ കണ്ടപ്പോൾ ഈ PDF തന്നെ ഉള്ളതുകൊണ്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ച് പറഞ്ഞതാണ്. ബി, ഓവർ പ്രൊഡക്ഷൻ ഓഫ് സാന്തിൻ ഓക്സിഡേസ്. ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഗൗട്ട് ഡിസീസിന് കോസ് ആവുന്നുള്ളത് എന്തുകൊണ്ടാണ്? സാന്തിൻ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് എൻസൈംസ് ഈസ് റിലേറ്റഡ് ടു മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി നമുക്കറിയാം, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, റെപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, DNA ലിഗേസ്. മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ DNA ലിഗേസ് അവിടെ വരും അല്ലേ. DNA ഇല്ലെങ്കിൽ എന്ത് മോളിക്കുലാർ ബയോളജി? പിന്നെ DNA ടോപ്പോ ഐസോമറൈസും ഉണ്ട്. അപ്പോൾ അതും നമ്മുടെ മോളിക്കുലാർ ബയോളജിക്കകത്ത് വരും. പിന്നെ ഇവിടെ ഓപ്ഷൻ ഓൾ ദി എബവ് എന്തായാലും കിട്ടി. പിന്നെ എന്താ, പോളിമറൈസ് നമ്മൾ ഓർത്ത് വെക്കുക. പോളിമറൈസും മോളിക്കുലാർ ബയോളജിയിനകത്ത് വരുന്ന ഒരു എൻസൈമാണ്. DNA ലിഗേസുമാണ്, DNA ടോപ്പ് ഐസോമറൈസുമാണ്. അപ്പോൾ 3 കിട്ടിയല്ലോ മോളിക്കുലാർ ബയോളജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻസൈം. ഇനി നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഡെഫിഷ്യൻസി ഓഫ് ദി എൻസൈം ബീറ്റ ഗ്ലൂസറേബ്രോസിഡേസ് റിസൾട്ട്സ് ഇൻ. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എങ്കിലും ഇവിടെ കണ്ടുകൊണ്ട് പറയാണ് ഗൗച്ചേഴ്സ് ഡിസീസ്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. നെക്സ്റ്റ്, എൻസൈംസ് ദാറ്റ് ഡിഫർ ഇൻ അമിനോ ആസിഡ് സീക്വൻസ് ബട്ട് കാറ്റലൈസ് ദ സെയിം റിയാക്ഷൻ. നോക്കിയേ, enzymes that differ in amino acid sequence but catalyze the same reaction. Cofactors, coenzymes, apoenzymes, isoenzymes. Cofactors എന്താണെന്ന് നമുക്കറിയാം, അത് എന്താണ്? എൻസൈംസ് ആണോ? അല്ല. കോഎൻസൈംസ് എന്താണെന്ന് നമുക്കറിയാം, അത് ഈ ഡെഫിനിഷനകത്ത് വരുമോ? ഇല്ല. അപ്പോഎൻസൈംസ് എന്താണെന്ന് നമുക്കറിയാം, അത് വരുമോ? പിന്നെ എന്താണ്? ഐസോ എൻസൈംസ്. ഇനി ഇത് പഠിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ കൂടി ഐസോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിച്ചൂടെ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഐസോബാർ, ഐസോമേഴ്സ്. അപ്പോൾ ഐസോ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും സെയിം എന്ന ഒരു മീനിങ് ആണ് വരാറുള്ളത് അല്ലേ. സോ എൻസൈം ദാറ്റ് ഡിഫർ ഇൻ അമിനോ ആസിഡ് സീക്വൻസ് ബട്ട് കാറ്റലൈസ് ദ സെയിം റിയാക്ഷൻ ആർ കോൾഡ് ഐസോ എൻസൈംസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മാക്സിമം ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഒക്കേഴ്സ് ഈസ്. നമ്മുടെ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എവിടെയാണ്? മാക്സിമം ടെമ്പറേച്ചറിലാണോ, മിനിമം ടെമ്പറേച്ചറിലാണോ, അതോ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണോ, ഇനി നൺ ഓഫ് ദി അബവ് ആണോ? നമുക്കറിയാം അല്ലേ, എല്ലാം ഇനിയിപ്പോൾ ഒരു നമ്മുടെ ബാക്ടീരിയൻ്റെ ആക്ടിവിറ്റി ആണെങ്കിലും എന്തിൻ്റെ ആക്ടിവിറ്റി ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് നടക്കുക എപ്പോഴും അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് അല്ലേ. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി മാക്സിമം നടക്കുക. നെക്സ്റ്റ്, ദ ക്ലാസ് ഓഫ് എൻസൈംസ്. ക്ലാസ് നമ്മൾ പറഞ്ഞു അല്ലേ, 6 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. 6 ക്ലാസ്സിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. The class of enzymes that catalyzes synthetic reactions where 2 molecules are joined together and ATP is used is. ഏത് ക്ലാസ് ഓഫ് എൻസൈംസ് ആണ് 2 മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? ഐസോമറൈസ് എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എന്താണ്? ഐസോമേഴ്സ് ഫോം ചെയ്യുക അല്ല, ഐസോമറൈസേഷൻ. പിന്നെ ഹൈഡ്രോലൈസിസ് എന്തായിരിക്കും? ഹൈഡ്രോലൈസിസ് സ്പ്ലിറ്റിംഗ് ആണ്. പിന്നെ ലയേസസ് ആണോ ലിഗേസസ് ആണോ? നമുക്കറിയാം ലിഗേസ് എന്ന എൻസൈം, DNA ലിഗേസ് ഒക്കെ പഠിച്ചവർക്ക് എന്തായാലും അറിയാം എന്താണ് ലിഗേസ് എന്ന് വെച്ചാൽ. എന്താണ്? മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സഹായിക്കുന്നുള്ളത്. ആ ക്ലാസ് ഓഫ് എൻസൈംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ലിഗേസസ് എന്ന് പറയാം അല്ലേ. എന്താണ്? മോളിക്കുലർ ഗ്ലൂന്നോ അങ്ങനെ എന്തോ മറ്റൊരു പേരില്ലേ നമ്മുടെ ലിഗേസ് എൻസൈമിന്? ഗ്ലൂ എന്നറിയപ്പെടുന്നതാണ്. മോളിക്കുലാർ ഗ്ലൂവോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. അതാണ് ഇത് ലിഗേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നോൺ പ്രോട്ടീൻ ഓർഗാനിക് പാർട്ട് ഓഫ് ദി എൻസൈം ഈസ്. നോൺ പ്രോട്ടീൻ ഓർഗാനിക് പാർട്ട് ഓഫ് ദി എൻസൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അത് ഇനോർഗാനിക് ആണ്, അത് ഓർഗാനിക് അല്ല. അപ്പോൾ കോഫാക്ടർ അല്ല. പിന്നെ ഉള്ളത് അപ്പോ എൻസൈം ആണ്. അത് പ്രോട്ടീൻ പാർട്ടാണ് അല്ലേ, അത് പ്രോട്ടീനാണ്.
നോൺ പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അപ്പോ എൻസൈമിൻ്റെ കൂടെ കോ എൻസൈം ബൈൻഡ് ചെയ്യുമ്പോഴാണ് അത് എൻസൈമായിട്ട് മാറുന്നുള്ളത്. പക്ഷെ അപ്പോ എൻസൈം എന്താണ്, ഒരു പ്രോട്ടീൻ പാർട്ടാണ്. അപ്പോൾ അത് നോൺ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇതും വരില്ല. പിന്നെ ഐസോ എൻസൈംസ് എന്ന് വെച്ചാൽ എൻസൈംസ് തന്നെയാണ്, അപ്പോൾ ഇവർ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഏത് ഓപ്ഷൻ, കോ എൻസൈം ആണ് കറക്റ്റ് വരുന്നത്. സോ ഓർത്ത് വെക്കുക, കോ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്, നോൺ പ്രോട്ടീൻ ആണ്, അതുപോലെ തന്നെ ഓർഗാനിക് പാർട്ടും ആണ്. ഇനി നോൺ പ്രോട്ടീൻ ഇനോർഗാനിക് പാർട്ടാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ കോഫാക്ടർ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, പെപ്സിൻ ആൻഡ് യൂറിയേസസ് ആർ എക്സാമ്പിൾസ് ഫോർ വിച്ച് ക്ലാസ് ഓഫ് എൻസൈംസ്. കണ്ടില്ലേ, ഈ ക്ലാസ് ഓഫ് എൻസൈംസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പോൾ ഈ പെപ്സിനും അതുപോലെ തന്നെ യൂറിയേസും ഏത് ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്? ഓക്സിഡോ റിഡക്റ്റേസസ് അല്ല. കാരണം ഈ പെപ്സിനും യൂറിയേസും എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷൻ ആക്ടിവിറ്റിയോ അവർ ചെയ്യണം. ഇവിടെ അതല്ല. ലിഗേസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. ലിഗേസ് എന്ന് വെച്ചാൽ എന്താണ്, ജോയിനിങ് ആണ്. പെപ്സിനൊന്നും ജോയിൻ ചെയ്യല്ല ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവരെന്താണ്, സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹൈഡ്രോലൈസിസ് ആണ് ഏത് ക്ലാസ്, പെപ്സിൻ്റെയും യൂറിയേസിൻ്റെയും ക്ലാസ് വരുന്നുള്ളത് ഏതിനകത്താണ്, ഹൈഡ്രോലൈസിസിനകത്താണ്. അപ്പോൾ അത് ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ PDF വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻസൈം ഈസ് എലവേറ്റഡ് ഇൻ ആൽക്കഹോളിസം. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഏതെങ്കിലും അറിയില്ലെങ്കിൽ പോയി ക്ലിയർ ആക്കുക. ക്ലാസ് ഓഫ് എൻസൈം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ PDF ഓക്കെ അല്ലേ. നമുക്കിനി നെക്സ്റ്റിലോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈബോസൈംസ് ആർ. റൈബോസൈംസ്, അതായത് നമുക്ക് ആ പേരിൽ നിന്ന് എന്താ മനസ്സിലാകുന്നുള്ളത്, റൈബോസോംസും അതുപോലെ തന്നെ എൻസൈംസും തോന്നും അല്ലേ. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. എന്താണ്, റൈബോ അതുപോലെ തന്നെ എൻസൈംസ്. റൈബോസൈംസ്, RNA ആക്ടിങ് ആസ് എൻസൈംസ്, റൈബോസ് ഷുഗർ ആക്ടിങ് ആസ് എൻസൈം, ആൻറ്റിബോഡീസ് ആക്ടിങ് ആസ് എൻസൈംസ്, പ്രോട്ടീൻ ആക്ടിങ് ആസ് എൻസൈംസ്. അപ്പോൾ റൈബോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, RNA ആക്ടിങ് ആസ് എൻസൈംസ് ആണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ വരിക RNA ആക്ടിങ് ആസ് എൻസൈംസ്. എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന RNAസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, റൈബോസോംസ് എന്ന് പറയാം. നെക്സ്റ്റ് ഹോളോ എൻസൈം. നമ്മൾ പഠിച്ചല്ലേ, ഹോളോ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എന്തൊക്കെ രണ്ടെണ്ണം കൂടി 2 ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് കൂടുമ്പോഴാണ് ഒരു ഹോളോ എൻസൈം ഉണ്ടാകുന്നത്. ഒന്ന് ഓപ്ഷൻസ് നോക്കിയിട്ട് പറഞ്ഞേ, ഓർത്ത് നോക്കിയേ ഏതൊക്കെയായിരുന്നു. അപ്പോ എൻസൈം ആണെന്നറിയാം. അപ്പോൾ ഇത് രണ്ടും അല്ല അറിയാം, ഇത് രണ്ടും അല്ല. അപ്പോൾ എൻസൈമിൻ്റെ കൂടെ ആരായിരുന്നു, സൈമോജനാണോ? അല്ല, പകരം ആരായിരുന്നു, കോഎൻസൈം ആയിരുന്നു. അപ്പോൾ അതാണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ്, ഇത് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ എൻസൈമോളജിയിലുള്ളതല്ല കേട്ടോ. പിന്നെ എക്സാമ്പിൾ ഓഫ് പ്രോ എൻസൈം എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈം അല്ലേ. നമ്മുടെ ഇപ്പോൾ പെപ്സിനോജൻ അല്ലെങ്കിൽ ട്രിപ്സിനോജൻ അല്ലെങ്കിൽ പ്രോത്രോംബിൻ എന്നൊക്കെ പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പ്രോ എൻസൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏതാണ്, പെപ്സിനോജൻ. ഇവരെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു പ്രോട്ടിയോലിറ്റിക് ക്ലീവേജ് നടക്കണം. എങ്കിൽ മാത്രമേ ഇവർ ആക്റ്റീവ് ഫോമിലോട്ട് വരുള്ളൂ. പിന്നെന്താണ് അബ്സൈംസ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീൻസ് ആണോ, DNAs ആണോ, RNAs ആണോ, അതോ ആൻറ്റിബോഡീസ് ആണോ? അബ്സൈംസ് എന്ന് വെച്ചാൽ ആൻറ്റിബോഡീസ് ആണ് കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോഎൻസൈം. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് കോഎൻസൈം അല്ലാത്തത്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ, എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. NADP, അതുപോലെ തന്നെ FAD, അതുപോലെ തന്നെ Mn2+, മാംഗനീസ് 2+. ഏതാണ് കോഎൻസൈം അല്ലാത്തത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഏതാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ ഈ Mn2+ ഒക്കെ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്, കോഫാക്ടറിൻ്റെ കേസിലല്ലേ. അപ്പോൾ അതൊരു എൻസൈം അല്ല. ഓക്കെ, കോഎൻസൈം അല്ല, അത് കോഫാക്ടറാണ്. നെക്സ്റ്റ്, വിച്ച് എൻസൈംസ് ഡു നോട്ട് റിക്വയർ കോഎൻസൈംസ് ഇൻ ദെയർ ആക്ടിവിറ്റി. ഇത് നമ്മൾ അത്ര പറഞ്ഞിട്ടില്ല, എങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ്, എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസിനെയാണ് കോഎൻസൈംസിൻ്റെ ആവശ്യം ഇല്ലാത്തത്. ദേ ഡു നോട്ട് റിക്വയർ കോഎൻസൈംസ് ഫോർ ദർ ആക്ടിവിറ്റി. ആരാണ്, എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള എൻസൈംസ്. ദെൻ റൈബോ എൻസൈംസ് നമ്മൾ പറഞ്ഞു, RNA ആക്ടിങ് ആസ് എൻസൈംസ്, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ആക്ടിവിറ്റി ഓഫ് അലോസ്റ്ററിക് എൻസൈംസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. അലോസ്റ്ററിക് എൻസൈംസ് എന്താണ്, റെഗുലേഷൻ ഓഫ് എൻസൈംസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അലോസ്റ്ററിക് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അലോസ്റ്ററിക് സൈറ്റ് ആണോ, കാറ്റലിറ്റിക് സൈറ്റ് ആണോ? പകരം ആരാണ്, അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് ആണ്. അവരാണ് അലോസ്റ്ററിക് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. ഇനീഷ്യൽ പ്രൊഡക്റ്റിൻ്റെ ഇൻഹിബിഷൻ ആണോ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ? അല്ല.
പിന്നെന്താണ് എൻസൈമാറ്റിക് ഇൻഡക്ഷൻ അല്ല, പകരം എന്താണ് എൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷനാണ്. അതായത് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കുന്നു, അതിനകത്തുള്ള ഇവിടെ ഒരു ഇതൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, ഈ ഫോം ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ പോയി ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഫീഡ് ബാക്ക് ഇൻഹിബിഷൻ അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ആണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. ഇൻ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഇൻഹിബിറ്റേഴ്സ് ബേസ് എ ക്ലോസ് സ്ട്രക്ചറൽ സിമിലാരിറ്റി വിത്ത് ദ എന്തുമായിട്ടാണ്, അതായത് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനകത്ത് ആര് വരും, ഇൻഹിബിറ്റേഴ്സ് വരും അല്ലേ. ഇൻഹിബിറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ ആക്റ്റീവ് സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആക്റ്റീവ് സൈറ്റിനകത്തേക്ക് യൂഷ്വലി ആരാ വരിക, നമ്മുടെ സബ്സ്ട്രേറ്റാണ് വരിക. ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റിന് പകരം ആരാ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, ഇൻഹിബിറ്റേഴ്സ് അല്ലേ. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനകത്ത് ഇൻഹിബിറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ആരുമായിട്ടുള്ള സിമിലാരിറ്റി ഉള്ളത്, സബ്സ്ട്രേറ്റുമായിട്ട്. അതുകൊണ്ടല്ലേ അവർക്ക് ആക്റ്റീവ് സൈറ്റിനകത്ത് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കാണ് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളത്, നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ടാണ്. നെക്സ്റ്റ് എൻസൈംസ് ആക്ട് ബെസ്റ്റ് അറ്റ് ദ ടെമ്പറേച്ചർ കോൾഡ്, ഏതിപ്പോൾ നമ്മുടെ എൻസൈം ആയാലും നമ്മുടെ ഏതൊരു മൈക്രോബയോളജിയിലും നമ്മുടെ ബാക്ടീരിയ ആയാലും ഏതൊരു ഓർഗാനിസ് ആയാലും ഏതൊരു മോളിക്യൂളല്ല ഏതൊരു ഓർഗാനിസ് ആയാലും അത് നമ്മുടെ കാറ്റലിസ്റ്റ് ആയാലും ഏറ്റവും ബെസ്റ്റിൽ വർക്ക് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും, അവരുടെ ഓപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും. ഓപ്ഷൻ സി. നെക്സ്റ്റ് പിങ് പോങ് റിയാക്ഷൻ ഈസ് ദ അതർ നെയിം ഫോർ, ഇത് പഠിച്ചു വെച്ചോട്ടോ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ സബ്സ്ട്രേറ്റ് റിയാക്ഷൻ. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ സബ്സ്ട്രേറ്റ് റിയാക്ഷൻ, പിങ് പോങ് റിയാക്ഷൻ. നെക്സ്റ്റ് അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഷോസ് ഡാഷ് ആക്ടിവേഷൻ എനർജി. അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എൻസൈംസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത റിയാക്ഷൻസ്. എൻസൈംസിൻ്റെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ, എൻസൈംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആവും. ഇവിടെ അൺകാറ്റലൈസ്ഡ് റിയാക്ഷനാണ്. അപ്പോൾ എൻസൈംസിൻ്റെ റിയാക്ഷൻ്റെ ടൈമിൽ, അതായത് എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്ന ടൈമിൽ ആക്ടിവേഷൻ എനർജി ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എൻസൈംസ് ഇൻവോൾവ് ചെയ്യുന്നില്ല, അപ്പോൾ എപ്പോഴും ആക്ടിവേഷൻ എനർജി ഹയർ തന്നെ ആയിരിക്കും കേട്ടോ. ദെൻ ലോക്ക് ആൻഡ് കീ മോഡൽ. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ലോക്ക് ആൻഡ് കീ മോഡലും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും. ലോക്ക് ആൻഡ് കീ മോഡലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും. അപ്പോൾ നമ്മുടെ ലോക്ക് ആൻഡ് കീ മോഡലിൻ്റെ മറ്റൊരു പേരാണിത്. അതിനെന്തായാലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലല്ല, അത് വേറൊരു ടൈപ്പാണ്. ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ കണ്ടുപിടിച്ച ആളാണ് കോഷ്ലാൻഡ്. അപ്പോൾ അത് ഒരിക്കലും ലോക്ക് ആൻഡ് കീൻ്റെ അണ്ടറിൽ വരില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് ടെംപ്ലേറ്റ് മോഡലാണ് കേട്ടോ. ലോക്ക് ആൻഡ് കീ മോഡലിൻ്റെ മറ്റൊരു പേരാണ് ടെംപ്ലേറ്റ് മോഡൽ. നെക്സ്റ്റ് വിച്ച് ബോണ്ട് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എൻസൈം സബ്സ്ട്രേറ്റ് ഇൻട്രാക്ഷൻ. എൻസൈം സബ്സ്ട്രേറ്റ് ഇൻട്രാക്ഷനകത്ത് വരാത്ത ബോണ്ട് ഏതാണ്? അയണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, അതുപോലെ തന്നെ വാട്ടർ വാൾസ് ഫോഴ്സ് ഒക്കെ വരും, പക്ഷേ ഡൈസൾഫൈഡ് ബോണ്ട് വരില്ല. അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്, നോട്ട് അസോസിയേറ്റഡ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. നോക്കിയാൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ്. എൻസൈംസ് ആർ പ്രോട്ടീൻ ഇൻ നേച്ചർ, അത് കറക്റ്റാണ്. എൻസൈംസ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ, അതും കറക്റ്റാണ്. എൻസൈംസ് ആർ തെർമോലബൈൽ, അതും കറക്റ്റാണ്. എൻസൈംസ് ആർ ഇൻഓർഗാനിക് കാറ്റലിസ്റ്റ്, നമ്മൾ പറഞ്ഞു എൻസൈംസ് എന്താണ്, ഓർഗാനിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് വരും. നെക്സ്റ്റ് അപ്പോൾ എൻസൈംസ് ഡിസോസിയേറ്റ്സ് ഫ്രം കോ എൻസൈംസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ pH. pHൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് അപ്പോൾ എൻസൈംസ് നമ്മുടെ കോഎൻസൈംസിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻസൈം ഇൻഹിബിഷൻസ് ഷോസ് ഡിക്രീസ്ഡ് Km വാല്യൂ. ഈ പറഞ്ഞിരിക്കുന്ന ഇൻഹിബിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഡിക്രീസ്ഡ് Km വാല്യൂ കാണിക്കുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എന്താണ് Km വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, നമ്മുടെ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ആ ഒരു അഫിനിറ്റിനെ കാണിക്കുന്നതാണ് ഇത് Km വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡിക്രീസ്ഡ് Km വാല്യൂ എന്ന് പറയുമ്പോൾ അഫിനിറ്റി കൂടുതലായിരിക്കും. ഓർത്ത് വെക്കുക, ഡിക്രീസ്ഡ് Km വാല്യൂ എന്ന് പറയുമ്പോൾ അഫിനിറ്റി കൂടുതലായിരിക്കും, അതങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനാണ് കേട്ടോ, കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനാണ് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉണ്ടാവുക. 93 കേട്ടോ. ദ എൻസൈംസ് വിച്ച് ബ്രേക്കപ്പ് സ്റ്റാർച്ച് ഇൻ ടു ഷുഗർ. സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്നത് ലിപ്പേസസ് ആയിരിക്കില്ല, ആ പേരിൽ നിന്ന് വെച്ച് തന്നെ നോക്കുക. അപ്പോൾ അമൈലേസസ് ആണ് കേട്ടോ. അമൈലേസസ് ആണ് എപ്പോഴും ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എൻസൈം. അപ്പോൾ അവിടെ അവരെന്താ സ്റ്റാർച്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എൻസൈം. അപ്പോൾ സ്റ്റാർച്ചിനെ എന്തായി ഷുഗറാക്കി മാറ്റുന്നു, സലൈവറി അമൈലേസ്. ഓർത്ത് നോക്കിയേ. അപ്പോൾ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ എൻസൈം എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ എൻസൈമിൻ്റെ കൂടെ ഒരു കോഫാക്ടർ കൂടി ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നുള്ളത്, ഹോളോ എൻസൈമായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ എൻസൈമിൻ്റെ കൂടെ ഒരു കോഫാക്ടർ, അപ്പോൾ എൻസൈം എന്താണ്, ഒരു പ്രോട്ടീനാണ്. നെക്സ്റ്റ് ദ എൻസൈം വിച്ച് ബ്രേക്കപ്പ് ന്യൂക്ലിക് ആസിഡ് ഇൻ ടു ന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ സ്റ്റാർച്ച് ഇൻ ടു ഷുഗർ ചോദിച്ചു, അത് അമൈലേസ്. ഇവിടെ ന്യൂക്ലിക് ആസിഡ് ഇൻ ടു ന്യൂക്ലിയോടൈഡ്സ്. ഓപ്ഷൻ വെച്ച് നോക്കിയ പ്രോട്ടിയേസസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ കേസിലാണ്. ഹൈഡ്രോലൈസിസ് നമ്മൾ പഠിച്ചു, ഹൈഡ്രോലിസിസ് ആണ് ബ്രേക്ക് എന്താണ് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ട്
ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അമൈലേസസ് നമ്മളിപ്പോൾ പഠിച്ചു, ഷുഗറിന് എന്താണ് സ്റ്റാർച്ചിന് ഷുഗറാക്കി മാറ്റുന്നു. ന്യൂക്ലിയേസസ് ആണ് ന്യൂക്ലിക് ആസിഡിന് ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റുന്നുള്ളത്. നെക്സ്റ്റ് കോഎൻസൈം ഈസ്, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം കോഎൻസൈം ഈസ് ഓൾവേസ് പ്രോട്ടീൻ, ഓഫൺ എ മെറ്റൽ, ഓൾവേസ് ആൻ ഇൻഓർഗാനിക് കോമ്പൗണ്ട്, ഓഫൺ എ വിറ്റാമിൻ. ഇവിടെ കറക്റ്റ് വരുന്നുള്ളത് ഓപ്ഷൻ ഡി, ഓഫൺ എ വിറ്റാമിൻ ആണ് കേട്ടോ, വൈറ്റമിൻ. ഓക്കെ, ഓഫൺ എ വൈറ്റമിൻ. കോഎൻസൈം ഈസ് ഓഫൺ എ വൈറ്റമിൻ. നെക്സ്റ്റ് എൻസൈംസ് ആർ നെയിംഡ് ആഫ്റ്റർ ദ സബ്സ്ട്രേറ്റ്സ് ബൈ ആഡിങ് സഫിക്സ്. ഒന്ന് നോക്കിയേ, സഫിക്സ് ഏതായിരിക്കും? ഇന്നായിരിക്കോ, എയ്സ് ആയിരിക്കോ, ഓസ് ആയിരിക്കോ, സിൻ ആയിരിക്കോ? ഇവിടെ തന്നെ നമ്മൾ കണ്ടു ന്യൂക്ലിയേസസ്, എയ്സസ്, പ്രോട്ടിയേസസ്, അമൈലേസസ്, ഹൈഡ്രോലേസസ്, ലിഗേസസ്, വേറെന്താ നമ്മൾ ഐസോമറേസസ്, എയ്സസ്. അപ്പോൾ സഫിക്സ് എന്താണ്? എയ്സ് ആണ്. നെക്സ്റ്റ് എൻസൈംസ് എക്സിസ്റ്റ് ഇൻ ദ സെൽ ആസ് കൊളോയിഡ്. കൊളോയിഡിൻ്റെ ഫോമിലാണ് എൻസൈംസ് ഉണ്ടാവുക കേട്ടോ. ആൻഡ് എൻസൈംസ് ബ്രിങ്സ് അബൌട്ട് എന്താണ്? റിഡക്ഷൻ ഇൻ ആക്ടിവേഷൻ എനർജി, ഇൻക്രീസ് ഇൻ റിയാക്ഷൻ ടൈം, ഇൻക്രീസ് ഇൻ ആക്ടിവേഷൻ എനർജി, ഓൾ ദ അബവ്. ഇവിടെ നോക്കിയേ, റിഡക്ഷൻ ഇൻ ആക്ടിവേഷൻ എനർജി കുറക്കുന്നുണ്ട് അല്ലേ? ആക്ടിവേഷൻ എനർജി എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനകത്ത് കുറച്ചുകൊണ്ടാണ് വരുന്നുള്ളത്. ഹയർ ലെവലിൽ നിന്ന് ലോവറിലേക്ക് കുറച്ചുകൊണ്ടാണ് വരുന്നുള്ളത്. അപ്പോൾ റിഡക്ഷൻ ഇൻ ആക്ടിവേഷൻ എനർജി വരുന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ആക്ടിവേഷൻ എനർജി വരില്ല. അപ്പോൾ തന്നെ ഓൾ ദ എബോവ് വരില്ല. പിന്നെ റിയാക്ഷൻ ടൈം കൂട്ടുകയാണ് എൻസൈംസ് ചെയ്യുന്നുള്ളത്, അല്ലല്ലോ റിയാക്ഷൻ ടൈം കുറക്കല്ലേ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതും തെറ്റല്ലേ? നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഓൾ എൻസൈംസ് ആർ തെർമോലാബിൾ. നോട്ട് കറക്റ്റ്. ഇത് കറക്റ്റാണ്, തെർമോലാബൈലാണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ്. ഓൾ എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് ആണ്. ഓൾ പ്രോട്ടീൻസ് ആർ എൻസൈംസ്. ഇത് തെറ്റല്ലേ? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഡി വരും. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ PDF-നകത്തുള്ളത്. എൻസൈംസ് ബ്രിങ്ങിങ് അബൌട്ട് ദ ഹൈഡ്രോലിസിസ് ഓഫ് എസ്റ്റേഴ്സ് ആൻഡ് പെപ്റ്റൈഡ്സ് ആർ. നമ്മൾ 6 ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പഠിച്ചിരുന്നു. ഹൈഡ്രോലിസിസ് എന്ന് പറയുമ്പോൾ ഏത് എൻസൈമാണ്? ഹൈഡ്രോലേസസ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇനി പുതിയൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം. എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന ആരാണ്? ഇൻഹിബിറ്റർ. ഇത് ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് നോക്കാണ്ട്. നെക്സ്റ്റ് എൻസൈംസ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് മോളിക്കുലർ സ്ട്രക്ചർ ബട്ട് ഹാസ് സെയിം ഫംഗ്ഷൻ. എന്താണ്? മോളിക്കുലർ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ കണ്ടില്ലേ അല്ലേ? അപ്പോൾ ഐസോഎൻസൈംസ് ആണ് ഇവിടെ കറക്റ്റ്. ദ ഫോർത്ത് ക്ലാസ് ഓഫ് എൻസൈംസ് ഈസ്, ഫസ്റ്റ് ഏതായിരുന്നു? ഓക്സിഡോ റിഡക്റ്റേസ്, 2 ട്രാൻസ്ഫറേസ്, 3 ഏതായിരുന്നു? ഹൈഡ്രോലേസ്, 4 ലൈയേസ്, 5 ലിഗേസ്, 5 ഐസോമറേസ്, 6 ലിഗേസ്. ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്താണ് ലൈയേസസ്. എൻസൈംസ് എന്താണ്? കോഫാക്ടറാണോ, ലിപ്പിഡാണോ, പകരാരാണ്? ബയോ കാറ്റലിസ്റ്റ് ആണ്. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വേണ്ടതായിട്ടില്ല. യൂണിറ്റ് നമ്പർ 2-നകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എൻസൈം ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ലോ മോളിക്കുലർ വെയ്റ്റ് സബ്സ്റ്റൻസസ് ബൈ ഡയാലിസിസ്. അപ്പോൾ ഡയാലിസിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻസൈംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. എവിടെ നിന്ന്? ലോ മോളിക്കുലർ വെയ്റ്റ് സബ്സ്റ്റൻസിൽ നിന്ന് നമ്മുടെ എൻസൈംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ഡയാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇവിടെ യൂണിറ്റ് നമ്പർ 3, ഡാഷ് റിയാക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി റിയാക്റ്റൻറ്റ്. ഡാഷ് റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണോ, 0 ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ? ഇതല്ല. ഇനി ഫസ്റ്റ് ഓർഡർ ആണോ, 0 ഓർഡർ ആണോ? ഫസ്റ്റ് ഓർഡർ നമ്മൾ ആ ഗ്രാഫ് പഠിച്ചിരുന്നു അല്ലേ, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് അറിയാത്തവരായാലും ഓർത്ത് വെക്കുക. ഏതാണ്? ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ അറിയില്ല. മൈക്കലീസ് മെൻ്റൻ ഇക്വേഷനൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്രയാണ് ഇത് 0 ഓർഡറിനകത്ത് ഫസ്റ്റ് ഓർഡറിനകത്ത് വരുന്നുള്ളത്. ഇവിടെയാണ് ഇത് 0 ഓർഡർ വരുന്നുള്ളത്. ഇവിടെ എത്തുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും റേറ്റ് ഓഫ് റിയാക്ഷനും ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻസൈംസ് എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാവും. എല്ലാ എൻസൈംസിനും ഓരോ സബ്സ്ട്രേറ്റ് കിട്ടി അവർ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി കൂടുതൽ എന്താണ്? ഇനി റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലും അതിനെ ബാധിക്കില്ല. അപ്പോൾ അവരെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് 0 ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് എൻസൈംസ് ആർ ദോസ് എൻസൈംസ് വിച്ച് കണ്ടെയ്ൻ അനദർ സൈറ്റ് ദാൻ ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ ഒരു എൻസൈമിനകത്ത് ആക്റ്റീവ് സൈറ്റിനേക്കാളും
ആക്റ്റീവ് സൈറ്റ് കൂടാണ്ട് വേറൊരു സൈറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അല്ലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറയും ആ സൈറ്റിനെ. അത്തരത്തിലുള്ള അല്ലോസ്റ്റെറിക് സൈറ്റിലുള്ള എൻസൈംസ് ആണ് അല്ലോസ്റ്റെറിക് എൻസൈംസ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ ഇൻഹിബിഷൻ ഇൻ വിച്ച് ഇൻഹിബിറ്റർ കമ്പൈൻ വിത്ത് ഫ്രീ എൻസൈംസ്. ഇൻഹിബിറ്റർ കമ്പൈൻസ് വിത്ത് ഫ്രീ എൻസൈംസ്. ഫ്രീ ആയിട്ടുള്ള എൻസൈംസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് ഏതിലാണ്? കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിലാണ്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിലാണ് ഫ്രീ ആയിട്ടുള്ള എൻസൈംസുമായിട്ട് അവർ കമ്പൈൻ ചെയ്യുന്നത്. അൺകോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ എങ്ങനെയാണ്? അവർ ഏതുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ടാണ് ഏതിനകത്ത്? അൺകോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനകത്ത് ചെയ്യുന്നത്. പിന്നെ നോൺ കോമ്പറ്റിറ്റീവിനകത്ത് എന്താ ചെയ്യുന്നത്? അവർ അല്ലോസ്റ്റെറിക് സൈറ്റിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ എൻസൈംസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നവരാരാണ്? കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനാണ്. ദെൻ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു പ്രൊസീഡ് ഫ്രം റിയാക്റ്റൻറ്റ് സ്റ്റേറ്റ് ടു ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. റിയാക്റ്റൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ദീസ് ആർ ദ ഡാഷ് ആർ സ്മോൾ ഓർഗാനിക് മോളിക്യൂൾസ് that do not form an integral part of enzyme structure and their absence can completely stop the progress of the reaction. ഇതിനകത്ത് കോഫാക്ടർ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഫാക്ടർ എന്താണ്? നമ്മുടെ ഓർഗാനിക് മോളിക്യൂൾസ് അല്ല, അവർ ഇനോർഗാനിക് ആണ് കോഫാക്ടേഴ്സ്. അപ്പോൾ അത് പോയില്ലേ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദെയർ ആബ്സെൻസ് ക്യാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദ പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഇപ്പോൾ എൻസൈം അല്ല, കറക്റ്റ് ഏതാണ്? കോ എൻസൈം ആണ് വരിക കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ വരിക കോ എൻസൈം ആണ്. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കോളൂ. ദ എൻസൈം 3D സ്ട്രക്ചർ കണ്ടെയ്നിങ് എ റിജിഡ് 3D സ്ട്രക്ചർ അറേഞ്ച്മെൻറ്റ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്. പഠിച്ചു നോക്കണേ. ദ എൻസൈം 3D സ്ട്രക്ചർ കണ്ടെയ്നിങ് എ റിജിഡ് 3D സ്ട്രക്ചർ അറേഞ്ച്മെൻറ്റ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും കീ ആൻഡ് ലോക്ക് മോഡലും. അങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട്, രണ്ട് മോഡൽസ് ഉണ്ട് എൻസൈം സബ്സ്ട്രേറ്റ് വർക്കിങ്ങിൻ്റെത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ കണ്ടുപിടിച്ചത് കോഷ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് കീ മോഡൽ കണ്ടുപിടിച്ചത് എമിൽ ഫിഷർ ആണ്. അപ്പോൾ ഇൻഡ്യൂസ് ഫിറ്റ് മോഡൽ ആരാണ്? കോഷ്ലാൻഡ് ആണ്. ലോക്ക് ആൻഡ് കീ പ്രപ്പോസ് ചെയ്തത് ആരാണ്? എമിൽ ഫിഷർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എൻസൈമോളജീൻ്റെ കുറച്ച് MCQs പഠിക്കാനുള്ളത്. ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എൻസൈംസിലെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിലുള്ള ആപ്ലിക്കേഷൻസ്. അതിനകത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ല. ബാക്കി ഓൾമോസ്റ്റ് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയിം ആൻ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ഇത്. ലിപ്പേസ്. ഓക്കെ, ലിപ്പേസ് എന്ന് വെച്ചാൽ ഫ്രക്ടോസ് എന്ന് വെച്ചാൽ അതൊരു മോണോസാക്രൈഡ് ആണ്. അതൊരു എൻസൈം അല്ല. ഏസ് എന്ന് പറയുമ്പോൾ അതൊരു എൻസൈം ആവുള്ളൂ. ലിപ്പേസ് എന്ന് വെച്ചാലാണ് ഇത് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. നെക്സ്റ്റ്, നെയിം ആൻ എൻസൈം വിച്ച് ഈസ് നോട്ട് പ്രോട്ടീനീഷ്യസ് ഇൻ നേച്ചർ. നമ്മൾ പറയാറുണ്ട് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് സം ഓഫ് ദി RNAs. നമ്മൾ പറയാറുണ്ട് അല്ലേ, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് സം ഓഫ് ദി RNAs. ചില RNAs എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവരെന്താ വിളിക്കുന്നത്? റൈബോസൈംസ്. അവരെന്തല്ല? പ്രോട്ടീനീഷ്യസ് അല്ല, അവർ പ്രോട്ടീൻസ് അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് തരണം, റൈബോസൈംസ് വരണം. നെക്സ്റ്റ്, ഇനാക്റ്റീവ് എൻസൈംസ് വിച്ച് ആർ നോട്ട് ബൗണ്ട് ടു ദെയർ കോഫാക്ടേഴ്സ് ആർ കോൾഡ്. അതായത് നമ്മുടെ കോഫാക്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ എൻസൈംസിന് എന്താ പറയുന്നത്? അല്ലെങ്കിൽ ആ ഇനാക്റ്റീവ് എൻസൈംസിന് നമ്മൾ എന്ത് പറയും? അപ്പോ എൻസൈംസ് എന്ന് പറയും അല്ലേ. അപ്പോ എൻസൈംസ് ആ കോഫാക്ടറായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോ എൻസൈം അല്ലെങ്കിൽ ഹോളോ എൻസൈം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇനാക്റ്റീവ് എൻസൈംസ് വിച്ച് ആർ നോട്ട് ബൗണ്ട് ടു ദെയർ കോഫാക്ടേഴ്സ് ആണെങ്കിൽ അപ്പോ എൻസൈംസ്. ഇനി പ്രിക്കേഴ്സേഴ്സ് ഓഫ് എൻസൈംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഇനാക്റ്റീവ് ഫോം ഏതാണ്? സൈമോജൻ ആണ് പ്രിക്കേഴ്സറിൻ്റെ കേസിൽ. ഇവിടെ എന്താണ്? കോഫാക്ടറുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന കേസിൽ ഇനാക്റ്റീവ് എൻസൈം ഏതാണ്? അപ്പോ എൻസൈം. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ആൻ എൻസൈം? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീനല്ലേ നേച്ചർ. വാട്ട് ഈസ് ആൻ അപ്പോ എൻസൈം? അപ്പോ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്? എ പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം. എൻസൈമിൻ്റെ പ്രോട്ടീൻ പോർഷൻ ആണെന്ത്? അപ്പോ എൻസൈം. അതിൻ്റെ കൂടെ ഒരു കോഫാക്ടർ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഹോളോ എൻസൈമായിട്ട് ആക്റ്റീവായിട്ടുള്ള എൻസൈമായിട്ട് മാറുന്നത്. ശരിക്കും ആ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയാം. വിച്ച് ഓഫ് ദിസ് വൈറ്റമിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കോഎൻസൈം ബയോസൈറ്റിൻ? ബയോസൈറ്റിൻ എന്ന് പറയുന്ന കോഎൻസൈമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബയോട്ടിൻ ആണ്. നമ്മൾ പറഞ്ഞു കോഎൻസൈംസ് ആർ ഓഫൺ എ വൈറ്റമിൻ. അപ്പോൾ ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ബയോട്ടിൻ. ബയോസൈറ്റിൻ, ബയോട്ടിൻ. ഓക്കെ അല്ലേ? ഇനി ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫോസ്ഫോറൈലേസ്? എന്താണ് ഫോസ്ഫോറൈലേസ് എന്ന് പറയുമ്പോൾ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ അല്ലേ, ട്രാൻസ്ഫർ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഓപ്ഷൻ ഏതാണ്? സി. നെക്സ്റ്റ്, മാർക്ക് ദ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എൻസൈം പെപ്റ്റിഡേസ്. പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കറക്റ്റ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ക്ലീവ് അമിനോ ബോൺസ്, പിന്നെ റിമൂവൽ ഓഫ് വാട്ടർ.
റിമൂവൽ ഓഫ് വാട്ടർ, ക്ലീവ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്, പിന്നെ റിമൂവ് ഫോസ്ഫേറ്റ് ഫ്രം സബ്സ്ട്രേറ്റ്. ഇവിടെ പെപ്റ്റൈഡേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പെപ്റ്റൈഡ് ബോൺസിലൊക്കെ ഉണ്ടാകുന്നത് അല്ലെ, പെപ്റ്റൈഡ് ബോൺസിനെ ക്ലീവ് ചെയ്യുക, അതായത് അമിനോ ആസിഡ്സിനെ ക്ലീവ് ചെയ്യുക എന്നതാണ് പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസൈക്ലിംഗ് എൻസൈംസ് ഇൻ ബയോ പ്രോസസ്. കണ്ടില്ലേ, ഇത് നമ്മൾ ഇതുവരെ പറയാത്ത ഒരു ടോപ്പിക്കാണ്. ഏതാണ്? വിച്ച് അമംഗ് ദ ഫോളോവിങ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസൈക്ലിംഗ് എൻസൈംസ് ഇൻ ബയോ പ്രോസസ്സസ്. നമുക്ക് എൻസൈംസിനെ റീസൈക്ലിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൽ ഏത് പ്രോസസ്സ് സെലക്ട് ചെയ്യും? ഏതാണ്? ഇമ്മൊബിലൈസേഷനാണ് കേട്ടോ. ഇമ്മൊബിലൈസേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കറക്റ്റ് ഓപ്ഷൻ ഇമ്മൊബിലൈസേഷനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ഈസ് നോട്ട് ഐഡിയൽ ഫോർ ഇമ്മൊബിലൈസ്ഡ് സെൽ ഫ്രീ എൻസൈംസ്? Which one of the following technique is not ideal for immobilized cell-free enzymes? ഒന്ന്, physical bonding by flocculation, covalent surface bonding to surface carriers, physical entrapment by encapsulation, covalent chemical bonding by cross-linking the precipitate. ഈ പറഞ്ഞിരിക്കുന്ന ബിയും സിയും ഡിയും ഇതൊക്കെ എന്താണ്? ഇമ്മൊബിലൈസിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഒന്ന് കോവാലൻ്റ് സർഫസ് ബോണ്ടിങ് ടു സർഫസ് കാരിയേഴ്സ്, പിന്നെ ഫിസിക്കൽ എൻട്രാപ്മെൻ്റ് ഉണ്ട്, പിന്നെ നമ്മൾ കോവാലൻ്റ് കെമിക്കൽ ബോണ്ടിങ് ബൈ ക്രോസ് ലിങ്കിങ് പ്രസിപ്പിറ്റേറ്റ്. ക്രോസ് ലിങ്കിങ് പ്രസിപ്പിറ്റേറ്റ് യൂസ് ചെയ്തിട്ട് കോവാലൻ്റ് കെമിക്കൽ ബോണ്ടിങ് ഫോം ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? ഫിസിക്കൽ എൻട്രാപ്മെൻ്റ് ഉണ്ട്, പിന്നെ അഡ്സോപ്ഷൻ ഉണ്ട്. ഇതൊക്കെ എന്തിൻ്റെയാണ്? ഇമ്മൊബിലൈസേഷൻ്റെ മെത്തേഡാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോക്കുലേഷൻ ഇമ്മൊബിലൈസേഷൻ്റെതല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരിക. നോട്ട് ഐഡിയൽ മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഇൻഡസ്ട്രിയൽ എൻസൈംസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം. മോസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രീസിന് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആയാലും ലെതർ ഇൻഡസ്ട്രീസ് ആയാലും ടാനിങ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രീസ്, അങ്ങനെ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രീസിലും എൻസൈംസിനെ യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് ഇൻഡസ്ട്രീസിൽ. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെല്ലാം എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്? മൈക്രോബ്സിൽ നിന്നാണ്. പ്ലാന്റ്സ് അല്ല, ആനിമൽസ് അല്ല, ഇൻസെക്ട്സ് അല്ല, പകരം എന്തിൽ നിന്നാണ്? മൈക്രോബ്സിൽ നിന്നാണ്. ഓക്കെ, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ മോസ്റ്റ് എന്ന് ചോദിച്ചാൽ മൈക്രോബ്സിൽ നിന്നാണ് കേട്ടോ. Enzymes, vitamins and hormones can be classified into a single category of biological chemicals because of all of them are proteins അല്ലേ. എൻസൈംസ് ആർ പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആർ പ്രോട്ടീൻസ്, ഹോർമോൺസ് ആർ പ്രോട്ടീൻസ്. ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു സിംഗിൾ കാറ്റഗറി ആക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. ഡൈജസ്റ്റീവ് എൻസൈംസ് ബിലോങ് ടു ദ ക്ലാസ്. ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷനോ റിഡക്ഷനോ ലൈയേസസോ ഒന്നുമല്ല. ഏതാണ്? ഹൈഡ്രോലേസസ് ആണ്. ഡൈജസ്റ്റീവ് എൻസൈംസ് ഏതാണ്? ഹൈഡ്രോലേസസ് ആണ്. ഇനി എൻസൈംസ് സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം ആർ കോൾഡ്. എൻസൈംസ്, ചില എൻസൈംസ് എന്താണ്? ഇനാക്റ്റീവ് ഫോമിലാണ് അതിനെ സിന്തസൈസ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പെപ്സിനോജൻ, ട്രിപ്സിനോജൻ അല്ലെങ്കിൽ പ്രോത്രോംബിൻ അല്ല, ഇതൊക്കെ എന്താണ്? ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈംസ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? പ്രോ എൻസൈം എന്ന് പറയും. ഇവിടെ അപ്പോൾ എൻസൈം എന്താണ്? ഇത് ഉത്തരമല്ല കേട്ടോ. എൻസൈംസ് സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻസൈം വരില്ല, അത് പ്രോ എൻസൈമാണ്. ഇത് എന്താണ്? അപ്പോൾ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈമിൻ്റെ ഒരു പാർട്ടാണ്. അതിലേക്ക് വന്നിട്ട് നമ്മുടെ കോഫാക്ടർ ബൈൻഡ് ചെയ്യുമ്പോഴേ അത് ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള എൻസൈമായിട്ട് മാറുള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ല, പ്രോ എൻസൈമാണ്. ഇനി കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ എന്താണ്? KM ഇൻക്രീസ്ഡ് ആയിരിക്കും, Vmax നോർമൽ ആയിരിക്കും. ഓർത്ത് വെക്കണേ, KM ഇൻക്രീസ്ഡ് ആയിരിക്കും, Vmax നോർമൽ ആയിരിക്കും. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻഡ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു KM വാല്യൂ. KM വാല്യൂയോട് ഈക്വലായിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വന്ന അതിനർത്ഥം എന്താണ്? നമ്മുടെ ഹാഫ്, അതായത് എൻസൈം മോളിക്യൂൾസിൻ്റെ ഹാഫ് കോൺസെൻട്രേഷനും എന്താണ്? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തു. ബാക്കിയുള്ള ഹാഫ് എൻസൈംസ് ഫ്രീ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരിക. നെക്സ്റ്റ്, KM വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ദ KM വാല്യൂ ഓഫ് എൻ എൻസൈം ഈസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് മാക്സിമൽ വെലോസിറ്റി. എന്താണ്? ഹാഫ് മാക്സിമൽ വെലോസിറ്റിയിലുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് ഇത് KM വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, de novo synthesis of an enzyme promoted by the substrate on which it acts is characterized by the term induction. ഓർത്തോക്കണേ, induction. De novo synthesis of an enzyme promoted by the substrate on which it acts. Promoted by the substrate on which it acts is characterized by the term induction. Next, the phenomenon by which the synthesis of a set of enzyme leading to a product from outside is known as repression. The phenomenon by which the synthesis of a set of enzyme leading to a product from outside is known as repression. Okay alle. Next, enzyme papain is used with success to tenderize meat.
ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ഏത് എൻസൈമാണ് മീറ്റിനെ ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ പെപ്പൈൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ എൻസൈം പെപ്പൈൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ടെൻഡറൈസ് മീറ്റ് കൊടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പുതിയ ടേംസ് കണ്ടു. ഇനിയൊരു 10-15 ക്വസ്റ്റ്യൻസ് കൂടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എൻസൈമോളജി കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ദ ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ ഫോർ നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷൻ ഓഫ് എൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ്റെ എന്താണ് ആ ഒരു ഇത് കുറച്ച് ടഫ്നെസ് കൂടി വരികയാണ് അല്ലേ. ഇതൊരു നമ്മൾ സിമ്പിൾ അതായത് 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ ആയിരുന്നു. ഇവിടെ കുറച്ചിങ്ങനെ സെൻറ്റൻസ് രൂപത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദ ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ ഫോർ നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷൻ ഓഫ് എൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ. അതായത് നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷനിൽ നമ്മളെന്താ പറഞ്ഞത്, ആദ്യം നമ്മുടെ സബ്സ്ട്രേറ്റും ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തതിലേക്കാണ് ആര് വരുന്നുള്ളത്, നമ്മുടെ ഇൻഹിബിറ്റർ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ ഉണ്ടല്ലോ, ആ ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടും, എന്നിട്ട് ഒരു മാക്സിമം ലെവലിലെത്തും, എന്നിട്ട് അവിടുന്ന് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ദ ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ എത്രത്തോളം, ആ ഒരു ഡിഗ്രി ഇൻഹിബിഷൻ്റെ ആ ഒരു ഡിഗ്രി ഏതിൻ്റെ കേസിൽ, നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷൻ്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ റീച്ചസ് എ മാക്സിമ വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ ഇങ്ങനെ കൂടി വരും, എന്നിട്ട് ഒരു ലെവലെത്തുമ്പോൾ അവിടുന്ന് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതിപ്പോൾ നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷൻ എന്തായിരുന്നു, അവിടെ സബ്സ്ട്രേറ്റും നമ്മുടെ എൻസൈം തമ്മിൽ ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി, അതിനകത്തേക്കാണ് ഇൻഹിബിറ്റർ പോയി ബൈൻഡ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ലയേസ്. ലയേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ക്ലാസ്സിലാണ് നമ്മൾ ലയേസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനകത്ത് 4ാമത്തെ ആളാണ് ഏത് ലയേസസ് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ ലയേസസിൻ്റെ പണി എന്താണ്, എന്താണ് അവരെന്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നുള്ളത്, ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ദ എലിമിനേഷൻ റിയാക്ഷൻ ടു ഫോം ഡബിൾ ബോൺസ് ഫോം ചെയ്യാൻ വേണ്ടി എലിമിനേഷൻ റിയാക്ഷനകത്താണ് ഇവർ ഇൻവോൾവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്, ഗ്രൂപ്പ് ഓഫ് ട്രാൻസ്ഫർ പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ആരുടെ പണിയല്ല, നമ്മുടെ ലയേസിൻ്റെ പണിയല്ല. ഫോർമേഷൻ ഓഫ് ബോൺസ് അല്ല, ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നുള്ളത്. കറക്റ്റ് ആൻസർ ഇതാണ്, ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ആണ് ഇത് ലയേസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എൻസൈംസ്. എൻസൈംസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെല്ലുലാർ മെറ്റബോളിക് പ്രോസസ്സ്. നമുക്കറിയാം എൻസൈംസ് സെല്ലുലാർ മെറ്റബോളിക് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലൈഫ് വുഡ് നോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എൻസൈംസ്. എൻസൈംസ് ഇല്ലെങ്കിൽ ലൈഫ് വിൽ നോട്ട് എക്സിസ്റ്റ്, അതും നമുക്കറിയാം. എൻസൈം ഈസ് എ പ്രോട്ടീൻ. എൻസൈം ഒരു പ്രോട്ടീനാണ്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാറ്റലൈസ് ദ ആക്സിലറേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ടു ആക്സിലറേറ്റ് ദ റിയാക്ഷൻ. അപ്പോൾ എന്താണ്, ഓൾ ദ എബോ ആണ് കറക്റ്റ് വരാം. നെക്സ്റ്റ്, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ബേബി ഫുഡ്സ്. ട്രിപ്സിനാണ് ബേബി ഫുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ പെപ്പൈൻ പഠിച്ചു, ഇപ്പോൾ ട്രിപ്സിൻ പഠിക്കുന്നു. പെപ്പൈൻ എന്തായിരുന്നു, മീറ്റ് ടെൻഡറൈസിങ്. ഇവിടെ എന്താണ്, ട്രിപ്സിൻ ബേബി ഫുഡ്സിൻ്റെ കേസിലാണ് ട്രിപ്സിൻ നമ്മൾ പഠിച്ചത്. ബേബി ഫുഡ്സിൻ്റെ കേസിൽ ഏതായിരുന്നുള്ളത്, ട്രിപ്സിൻ ഒരു ഡൈജസ്റ്റീവ് എൻസൈം ആണല്ലേ. അപ്പോൾ ഇത് ട്രിപ്സിൻ നമ്മുടെ ബേബി ഫുഡ്സിൻ്റെ കേസിൽ വരുന്നുണ്ട്. നെയിം എൻസൈം ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്റ്റൊമക്സ് ഓഫ് യങ് റൂമിനൻറ്റ് ആനിമൽസ് ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ ഡയറി ഇൻഡസ്ട്രി. അപ്പോൾ ബേബി ഫുഡ്സിൽ ഏതായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്, ട്രിപ്സിൻ. ഇവിടെ ഏതാണ്, നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയിൽ ചോദിക്കുമ്പോൾ റെനിൻ ആണ്. അപ്പോൾ ട്രിപ്സിൻ ബേബി ഫുഡ്സിലും റെനിൻ ഡയറി ഇൻഡസ്ട്രിയിലും. നെക്സ്റ്റ്, ഹൂ കോയിൻഡ് ദ ടേം എൻസൈം. ആരാണ്, വില്യം കുൻഹെ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ബൈ ദ ബിസ്ക്കറ്റ് മാനുഫാക്ചേഴ്സ് ടു ലോവർ ദ പ്രോട്ടീൻ ലെവൽ ഓഫ് ഫ്ലോർ. പ്രോട്ടീൻ ലെവൽ കുറക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് മാനുഫാക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ഏത് എൻസൈമാണ്, പ്രൊട്ടീസ് ആണ്. നെക്സ്റ്റ്, ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് എന്താണ്, എൻസൈമിൻ്റെ സ്പെസിഫിസിറ്റീനെ കുറിച്ചാണ് പറയുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരിക. ഡാഷ് ഈസ് എ ബയോ കാറ്റലിസ്റ്റ് ദാറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്തൊരു ഡൗട്ടും ഇല്ല, ഏതാണ്, എൻസൈംസ് ആണ് അല്ലേ. എൻസൈംസ് ആണ് ബയോ കാറ്റലിസ്റ്റ്. നെയിം ദ കോഎൻസൈം ഓഫ് റൈബോഫ്ലേവിൻ്റെ കോഎൻസൈം ഏതാണ്, FADയും FMNുമാണ്. റൈബോഫ്ലേവിൻ്റെ ഏതാണ്, FADയും FMNുമാണ്. നെക്സ്റ്റ്, നെയിം ദ എൻസൈം വിച്ച് കാറ്റലൈസസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. നമുക്കറിയാം ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഓക്സിഡോ റിഡക്റ്റേസസ് ആണ് ക്ലാസ് 1 എൻസൈം. KI ഇൻഡിക്കേറ്റ്സ് കോമ്പറ്റീവ് ഇൻഹിബിഷൻ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എ കോമ്പറ്റീവ് ഇൻഹിബിറ്റർ വിൽ അഫക്ട് ദ എൻസൈം ആക്ടിവിറ്റി.
എങ്ങനെയാണ് അതിന് എൻസൈം ആക്ടിവിറ്റീനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത്? കെഎം വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടല്ല, അതുപോലെ തന്നെ എൻസൈം പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടല്ല, പിന്നെന്താണ്? ഇറിവേഴ്സിബിളി ഡീനേച്ചേഴ്സ് ദ എൻസൈം. എൻസൈംസിനെ ഇറിവേഴ്സിബിളി ഡീനേച്ചർ ചെയ്യുന്നു. അങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ എൻസൈം ആക്ടിവിറ്റി എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി എൻസൈം എന്താ ചെയ്യുന്നുള്ളത്? ആക്ടിവേഷൻ എനർജീനെ കുറക്കുകയാണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളത്. ഇത്രയാണ് നമ്മൾ എൻസൈമോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൈക്രോബയോളജിയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മൈക്രോബയോളജി റിവൈസ് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ എൻസൈമോളജി പോർഷൻസ് കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു.